കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, ഒരു കർത്തൃദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണല്ലോ. സന്തോഷത്തോടെ ദൈവത്തെ സേവിപ്പാനും നമ്മുടെ ദൈവത്തെ അടുത്തറിയാനും വിളിച്ചപേക്ഷിക്കാനും സർവശക്തനായ ദൈവത്തിൻ്റെ നന്മകളെല്ലാം ഭൂമിയിൽ വെച്ച് അനുഭവിക്കുവാനും അവകാശവും അതിൻ്റെ അനുഭവങ്ങളും തന്നിരിക്കുന്ന നമ്മുടെ ദൈവത്തോട് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ അറിഞ്ഞും കർത്താവിനെ ആരാധിച്ചും കർത്താവിനെ ഭയപ്പെട്ടും കർത്താവിനെ സേവിച്ചും ജീവിപ്പാൻ നമുക്ക് ലഭിച്ച സ്വർഗീയ വിളിയെ ഓർത്ത് നന്ദിയോടെ മഹത്വം കരയറ്റിക്കൊണ്ടും ഈ കർത്തൃദിവസത്തിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം എൻ്റെ അകത്ത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലെ നല്ല ചിന്തകൾ വീണ്ടും നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇരമ്യാ പ്രവചനത്തിലെ തന്നെ മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇരമ്യാ പ്രവചനം 32-ാം അധ്യായം 41-ാം വാക്യം. 32-41 ഇരമ്യാ പ്രവചനം. വാക്യം എങ്ങനെയാണ്? ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. നമുക്കറിയാലോ, 2-3 ദിവസമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് ഗുണം വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഗുണം വരണമെങ്കിൽ ദൈവം നോക്കിയേ പറ്റൂ. ആരൊക്കെ നമുക്ക് ഗുണം വരുത്താൻ വേണ്ടി പുറകിൽ നിന്ന് കൈത്താങ്ങൽ തന്നാലും ദൈവം നിരൂപിക്കാതെ നമുക്ക് ഗുണം വരികയില്ല. ഗുണം വരിക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടി കാണും. നമ്മൾ എന്ത് ചെയ്താൽ സക്സസ് ആകുക. മക്കളെ വളർത്തി, വിവാഹം കഴിച്ചു, ബിസിനസ് നടത്തി, ജോലിക്ക് പോയി, പഠിച്ചു, ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, സ്വപ്നത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും വാഗ്ദത്തങ്ങളൊക്കെ പ്രാർത്ഥിച്ച് വാങ്ങിച്ചുകൊണ്ട് മുന്നേറ്റത്തിന് വേണ്ടി മനസ്സ് വെച്ചു. പക്ഷെ ചെല്ലുന്നിടത്ത് ഗുണമായി തീരുക എന്നൊരു വാക്യം വേദപുസ്തകത്തിനകത്തുണ്ട്. നാം ചെല്ലുന്നിടത്ത് നമുക്ക് ഗുണം വരണം. അങ്ങനെ ചെല്ലുന്നിടത്ത് ഗുണം വരത്തക്ക രീതിയിൽ ദൈവസന്നിധിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നോക്കിയേ പറ്റൂ. ദൈവത്തിന് മുഖപക്ഷമില്ലാത്തത് കൊണ്ട് കുറേ പേർക്ക് ഗുണം വരിക, കുറേ പേർക്ക് അങ്ങ് കഷ്ടവും പ്രയാസവും വരുത്തുക എന്നൊരു സ്ഥിതിയില്ല. ലോകത്തിലെല്ലാ കാലത്തും നന്മ അനുഭവിക്കുന്നവരും തിന്മയിൽ കിടക്കുന്നവരുമുണ്ട്. അതിന് കാരണം ദൈവമല്ല. എല്ലാ കാലഘട്ടത്തിലും കുറേ പേരിങ്ങനെ കഷ്ടവും പ്രയാസവും അനുഭവിച്ച് ഞെരുങ്ങിക്കിടന്നെങ്കിലേ പ്രാർത്ഥന നടക്കത്തുള്ളൂ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കത്തുള്ളൂ എന്നൊന്നുള്ള ചിന്ത ദൈവത്തിനില്ല. എന്താണ് കാരണം? മനുഷ്യൻ്റെ നടപടികളും മനുഷ്യരുടെ ചിന്താഗതിയുമാണ് നമ്മുടെ അനുഭവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിൽ ഒരു സ്ഥിതിയെ വെളിപ്പെടുത്തുന്നത്. നമ്മളെങ്ങനാണോ അങ്ങനെ ആയിരിക്കും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളിലേക്കുണ്ടാകുന്ന ഉറവകൾ. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്, ദൈവത്തിൽ നിന്ന് നമുക്ക് ഗുണം വരുവാൻ, ദൈവം നമുക്ക് ഗുണം വരുത്തുവാൻ എന്തായിത്തീരണമെന്നുള്ളതാണ്. ഇന്ന് വായിച്ച വാക്യത്തിൽ കണ്ടോ, ഇവിടെ ദൈവം പറയുന്നു, ഞാൻ അങ്ങ് ചെന്നിട്ട് അവർക്ക് ഗുണം വരുത്തുന്നല്ല, ഞാൻ അവരെ നോക്കി ഗുണം വരുത്തുന്നല്ല. അവർ വന്നതല്ലേ, ഗുണം വരട്ടെ എന്നല്ല. പിന്നെയോ അവിടെ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം എങ്ങനെയാണ്? ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം വരുത്തും. ദൈവം നമ്മളിൽ സന്തോഷിക്കുക. ദൈവം അവർ തന്ന സാധനങ്ങളിൽ സന്തോഷിച്ചു എന്നല്ല, അവരിൽ സന്തോഷിച്ചു. ആ വാക്ക് പ്രത്യേകിച്ച് ഓർത്തോണം കേട്ടോ. ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റിയല്ല. അതിനു വേണ്ടി ആരും വ്യാമോഹിക്കണം. ദൈവം എപ്പോഴും സന്തോഷിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സ്തോത്രകാഴ്ചയ്ക്കകത്തോ, നമ്മൾ കൊടുക്കുന്ന ആദ്യ ഫലത്തിനകത്തോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുറച്ച് നല്ല ഭംഗിയുള്ള വാക്കിനകത്തൊന്നും അല്ല. ദൈവ സർവജ്ഞാനിയല്ലേ, ഹൃദയങ്ങളെ ആരായുന്നവനല്ലേ, ഉൾഭൂവുകളെ ആരായുന്നവനല്ലേ. ദൈവം എപ്പോഴും സന്തോഷിക്കുന്നത് കൊടുക്കുന്നതിനകത്തല്ല, വ്യക്തിയിലാണ്. കായീനും ഹാബേലും യാഗം കഴിക്കാൻ പോയപ്പോഴുള്ള സംഭവം നിങ്ങൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. ഹാബേലിലും വ്യക്തിയിൽ പ്രസാദിച്ചു. നമ്മൾ നന്നായി പാട്ട് പാടുന്ന ആൾക്കാരാണ്. നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ പലരും എന്ത് നല്ല പാട്ടാന്ന് പറയും. പക്ഷെ നമ്മുടെ പാട്ടിന് എത്ര ട്യൂണുണ്ടെങ്കിലും നമ്മുടെ പാട്ടിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം. നമ്മളിൽ പ്രസാദിച്ചെങ്കിലേ പാട്ടിൽ പ്രസാദിക്കുകയുള്ളൂ. നല്ല ശബ്ദത്തോടെ ഘനഗാംഭീര്യത്തോടെ
ആളുകളുടെ മുമ്പിൽ യേശുക്രിസ്തു ആരാന്നൊക്കെ തർക്കിച്ച് ജയിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. വാക്സാമർത്ഥ്യം, പുൾപ്പിറ്റിലൊക്കെ ഭയങ്കരമായിരിക്കുന്ന പ്രാസവും സാഹിത്യവും, ആളുകളെ കണ്ണിൻ്റെ ഇമ വെട്ടാതെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങൾ തെളിയിച്ച് പറയാൻ കഴിവുള്ള പ്രസംഗികരുണ്ട്. പക്ഷേ ഈ വചനം ഞാൻ പറയാം, ദൈവം അവൻ്റെ പ്രസംഗത്തിൽ പ്രസാദിച്ചെന്നല്ല, ദൈവം അവനിൽ പ്രസാദിച്ചെങ്കിലേ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയുള്ളൂ. പ്രാർത്ഥനയുടെ കാര്യത്തിൽ പോലും അങ്ങനെയാണ്. വ്യക്തിയിൽ ദൈവം സന്തോഷിക്കണം. ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം കേട്ടോ. നമ്മൾ വീട്ടിൽ കിടന്ന് അലമുണ്ടാക്കി, നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി, നമ്മുടെ ലോക്കൽ ചർച്ചിൻ്റെ ഭാഗമാണെങ്കിൽ അവിടെ ചെന്ന് ആൾ കളിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സഭയ്ക്കകത്തുള്ള സന്തോഷം തല്ലിക്കെടുത്തി. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കർത്തൃദാസന്മാരെ ദുഃഖിപ്പിച്ചു, വിഷമിപ്പിച്ചു. തിരിച്ച് കർത്തൃദാസന്മാർ ജനത്തെയും മുനവെച്ച വാക്കുകൊണ്ടും കുത്തുപ്രസംഗം കൊണ്ടൊക്കെ വേദനിപ്പിക്കുമ്പോൾ ദൈവം വ്യക്തിയിൽ നിന്ന് അകലുകയാണ്. അവരിൽ സന്തോഷിക്കണം. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് തീരെ ശബ്ദം എടുക്കാനില്ല, സ്വോത്രമൊന്നും പറഞ്ഞിട്ട് ഒക്കുന്നില്ല, നിങ്ങൾക്ക് പാടാനറിയില്ല, നിങ്ങളുടെ സാക്ഷ്യം പോലും ഒരാളോട് പറയാൻ പറ്റുന്നില്ല, പേടിക്കണ്ട. ഇതിനകത്തല്ല വിഷയം. നമ്പർ 1 പ്രിഫറൻസ് എന്ന് പറയുന്നത് വ്യക്തിയിലാണ്. അവരിൽ പ്രസാദിച്ചാൽ അല്ലെങ്കിൽ അവരിൽ സന്തോഷിച്ചാൽ എപ്പോഴും ഓർത്തോളണം. അപ്പം നമ്മളിൽ ദൈവത്തിന് സന്തോഷം ഉണ്ടാവണം. നമ്മളിൽ ഞാൻ അവരിൽ സന്തോഷിച്ച്, അവർ തന്നതിലും കൊടുത്തതിലും വാങ്ങിച്ചതിലും പറഞ്ഞതിലും പാടിയതിലും ഒന്നുമല്ല കൂടെ പറപ്പേ, നമ്മളിൽ സന്തോഷിക്കണം. ദൈവത്തെ നമ്മൾ ഓർത്തോളണം. നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എവിടെയോ ഉള്ള എല്ലാവരെയും കാണുന്ന സ്വർഗത്തിലെങ്ങാണ്ടിരിക്കുന്ന ഒരു ശക്തിയോ ഒരു പരാശക്തിയായിട്ടല്ല വാസ്തവത്തിൽ ദൈവത്തെ വേദോസ്തവം വെളിപ്പെടുത്തുന്നത്. നമ്മോട് കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേൽ എന്നുള്ള പേര് തന്നെ എന്താ? ദൈവം നമ്മോട് കൂടെ. നമ്മുടെ മനസ്സിനകത്ത് എന്താ? നമ്മുടെ ഒരു നല്ല അപ്പനെ പോലെ നമ്മുടെ വീട്ടിൽ ദൈവമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ആ വാക്യം അങ്ങനെ തന്നെയുണ്ട്. കർത്താവ് പറയുന്നത്, ഞാനും എൻ്റെ പിതാവ് ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും. അപ്പം നമ്മുടെ വീട്ടിലുണ്ട് ദൈവം. അപ്പോൾ ആ ദൈവത്തെ കൂടെ നിർത്തി സന്തോഷിപ്പിക്കണം. ബൈബിളിനകത്ത് അനേക വാക്യങ്ങളുണ്ട്. 78-ാം സങ്കീർത്തനത്തിൻ്റെ 40-41 വാക്യങ്ങൾ ഞാൻ അല്പം തന്നെ മുമ്പ് നോക്കി. 78-ാം സങ്കീർത്തനത്തിൻ്റെ 40-41 വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത് 1-2-3 കൂട്ടം കാര്യങ്ങളാണ്. ആ വാക്യങ്ങൾ എങ്ങനെയാണ്? 40-41 കേട്ടോ. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം ദൈവത്തോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം ദൈവത്തെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ഇവിടെ 4 കാര്യങ്ങൾ എഴുതിയിരിക്കുക. ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തെ ദുഃഖിപ്പിച്ചു, ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തെ മുഷിപ്പിച്ചു. അപ്പം മനുഷ്യന് നമ്മുടെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറാം. ദൈവത്തെ മുഷിപ്പിച്ചു, നമ്മളാ ചെയ്ത കാര്യം ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തെ ദുഃഖിപ്പിച്ചു. കേട്ട വാക്കാണ്. മനുഷ്യന് ദൈവത്തെ ദുഃഖിപ്പിക്കാം, മനുഷ്യന് ദൈവത്തോട് മത്സരിക്കാം, മനുഷ്യന് ദൈവത്തെ പരീക്ഷിക്കാം, മനുഷ്യന് ദൈവത്തെ മുഷിപ്പിക്കാം. 78-ാം സങ്കീർത്തനത്തിന് 40-41 ഞാൻ വായിച്ചത്. അങ്ങനെ വന്നാലുള്ള കുഴപ്പം എന്നറിയാമോ? പിന്നെ ദൈവം അങ്ങനെ തൊട്ടാ പൊട്ടുന്നൊരു കോമളയാണോ ദൈവം എന്ന് ചോദിച്ചു. ദൈവത്തെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് ഗുണം വരും, മറുത്ത് മത്സരിച്ചാൽ നമുക്ക് നഷ്ടം നേരിടുന്നത്. അപ്പോൾ ഈ എപ്പോഴും നമ്മുടെ മനസ്സിനകത്തെ നമ്മുടെ ചിന്ത എന്തായിരിക്കണം എന്നറിയാമോ? ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടും ഞാനൊരു തീരുമാനമെടുക്കുന്നത് കൊണ്ടും ഞാൻ ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടും ആർക്കെങ്കിലും വേണ്ടി ഇടപെടുന്നത് കൊണ്ടും എൻ്റെ ദൈവത്തിന് എന്നോട് മുഷിച്ചിൽ തോന്നരുത്. എൻ്റെ ദൈവം ഞാൻ നിമിത്തം ദുഃഖിക്കരുത്. എൻ്റെ ദൈവം ഞാൻ നിമിത്തം
നിമിത്തം വേദനിക്കരുത്. അയ്യോ, അപ്പോഴും ഞാൻ തിരിച്ചു ചോദിക്കുന്നു, യുക്തിവാദികളൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, അയ്യോ ഒരു കൊച്ചു മനുഷ്യൻ, നിന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ദുഃഖിക്കത്തക്ക രീതിയിൽ അത്ര കൊച്ചു ദൈവമാണോ നിങ്ങളുടെ? അതുകൊണ്ടല്ല, എൻ്റെ ദൈവം ഞങ്ങളുടെ കുടുംബാംഗമാണ്, ഞങ്ങളുടെ അപ്പനാണ്. ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്തെങ്കിലും കൊടുക്കുമ്പോൾ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് മേടിക്കുന്നതല്ല. ആണ്ടിലൊരിക്കൽ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ സ്തോത്രം തൃപ്തിപ്പെടുന്ന ദൈവമല്ല. ഞങ്ങളുടെ വീട്ടിൽ അനുദിനവും കൂടെ വസിക്കുകയും 365 ദിവസവും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ഓരോ സമയത്തും ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ അപ്പനാ ഞങ്ങളുടെ ദൈവം. മനസ്സിലായോ? അപ്പോൾ ആ ദൈവത്തെ കുടുംബപരമായിരിക്കുന്നൊരു ബന്ധത്തിൽ നിൽക്കുകയാൽ ദുഃഖിപ്പിക്കാം, ആ ദൈവത്തെ മുഷിപ്പിക്കാം. ഇതോർത്തോളം അത്രയ്ക്ക് സിൻസിയറായി നമ്മോട് ഇടപെടുന്ന എപ്പോഴാണ് നമുക്ക് ദുഃഖിപ്പിക്കാൻ പറ്റുന്നതെന്ന് അറിയാമോ? സ്തോത്രം, ഈ സ്നേഹവും ബന്ധവും ആത്മാർത്ഥതയുള്ളിടത്താണ് ഈ മുഷിച്ചിലും ദുഃഖമൊക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ ഇപ്പോൾ സ്തോത്രം, നമ്മൾ ട്രെയിൻ യാത്രയ്ക്കകത്ത് ഒരാളുടെ കാലേ കയറി ഒന്നും അറിയാതെ ചവിട്ടിപ്പോയി. അപ്പോൾ സ്തോത്രം, അദ്ദേഹം ചിലപ്പോൾ ഒച്ച വെച്ചേക്കാം, പക്ഷേ എന്തെങ്കിലും കാണിച്ചേക്കാം, സോറി പറഞ്ഞങ്ങ് വിട്ടുപോകാനുള്ളൂ. പക്ഷേ ദുഃഖവും പ്രയാസമൊന്നുമില്ല, മുഷിച്ചിലൊന്നുമില്ല, തീർന്ന കേസ് അവിടെ വെച്ച് തീർന്നു. കാരണം അതിനോട്ട് ബന്ധമൊന്നുമില്ല. നമ്മുടെ യാത്രയിൽ തിരക്കുള്ളൊരു വാഹനത്തിൽ വെച്ച് ജസ്റ്റ് ഒരല്പനേരം ഒരുമിച്ച് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നുള്ളൂ. എന്നാൽ നിരന്തരം ജീവിതം പങ്കുവെക്കുന്നവരാ ദുഃഖവും സന്തോഷമൊക്കെ പങ്കുവെക്കാൻ പറ്റുന്നത് കേട്ടോ. കൂടെ നിൽക്കുന്നവരാ, കൂടെ ഉള്ളവരാ, ജീവിതം പങ്കുവെക്കുന്നവരാ, ബന്ധം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നവർക്ക് ദുഃഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ പറ്റൂ. നിങ്ങൾക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മളും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. സ്തോത്രം, ഹല്ലേലൂയ. ഹോട്ടലിൽ കയറി നമ്മൾ ആഹാരം കഴിച്ച് സ്തോത്രം തിരിച്ചു പോകുമ്പോൾ ഒരു ഫോർമാലിറ്റിയാണ്. നമുക്ക് ബില്ല് കൊടുത്തു, എത്രയാ? 685 രൂപ. നമ്മൾ 700 രൂപയുടെ നോട്ടങ്ങ് വെച്ച് കൊടുത്തു. അദ്ദേഹം കൊണ്ടു തന്നൊരു കൊച്ചു ബുക്കിനകത്തേക്ക്. എന്നിട്ട് നമ്മൾ ആഠ്യത്വത്തോട് കൂടി ഇച്ചിരി ജീരകം എടുത്ത് നിന്ന് സ്തോത്രം ഒന്നും അറിയാത്തവരെ പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോരും. 15 രൂപ കൊണ്ടുവന്ന് അവനെ ബാക്കിയുള്ള 15 രൂപ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വയ്ക്കും. നമ്മളൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് മിക്കവാറും പേര്. 15 എടുക്കുകയല്ല, പിള്ളേരുടെയും ഭാര്യയുടെയൊക്കെ മുമ്പിൽ വെച്ച് കണ്ടല്ലോ, എടുക്കാതെ ആയുള്ളൂ. അപ്പോൾ കൊച്ചു പറഞ്ഞു, ഡാഡി ബാക്കി. അന്നേരം പറഞ്ഞു, മോനെ അവൻ എടുത്തോട്ടെ. അത് സന്തോഷം കൊണ്ടൊന്നും കൊടുക്കുന്നതല്ല. സ്തോത്രം, മനസ്സിലായോ? അവൻ നമുക്ക് ഇത്തിരി ചാറ് കൂടുതൽ തന്നു, അല്ലെങ്കിൽ അവനോട് തന്നപ്പോൾ നമ്മുടെയും കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അങ്ങനെ 15 രൂപ കൊടുത്തുന്നുള്ളൂ. അങ്ങനെ 15 രൂപ കൊടുത്തൊന്നും ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുകയില്ല. മനസ്സിലായോ? സ്തോത്രം. അപ്പം ഇതൊരു ബന്ധമുണ്ടെങ്കിലേ സന്തോഷം വരുള്ളൂ. ഒരു ബന്ധം, അപ്പം ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളിൽ സന്തോഷിക്കത്തുള്ളൂ. അന്യനെ പോലെ ഇടപെടുന്നവൻ നമ്മൾ രാവിലെ പോകുന്ന ആരെയൊക്കെ സന്തോഷിപ്പിക്കാനാണോ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നൊരു ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഭാര്യ ഭർത്താവിലും, അപ്പൻ മക്കളിലും, മക്കൾ അപ്പനിലൊക്കെ തമ്മിൽ സന്തോഷിക്കുക. ഒരു ദുഃഖം ക്രിയേറ്റ് ചെയ്യുകയല്ല. അവർക്ക് പരസ്പരം ദുഃഖിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. എത്രയോ വാക്കുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ. നോക്കി, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നതിന്, നിങ്ങൾ കർത്താവിന് കോപം ജ്വലിപ്പിക്കുന്നുവോ? ഇപ്പോൾ കർത്താവിനെ കോപം ജ്വലിപ്പിക്കാം, ദൈവത്തെ മുഷിപ്പിക്കാം, ദുഃഖിപ്പിക്കാം. സ്തോത്രം. പിന്നെ എന്തൊക്കെയാ? ദൈവത്തെ പരിഹസിക്കാം. ഗലാത്യലേഖനം 6:7 വായിക്കുന്നു, ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തെ വേണമെങ്കിൽ പരിഹസിക്കാം, പറഞ്ഞിട്ട് വാക്ക് മാറിയാലൊക്കെ അങ്ങനെയൊക്കെ ആയിത്തീരാൻ കേട്ടോ. ദൈവത്തെ കോപിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. തിരിച്ച് ഞാൻ പറയാം, ദൈവത്തെ സന്തോഷിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യത്തിനും നമ്മുടെ ചിന്ത ഇതായിരിക്കണം, ഞാൻ നിമിത്തം എൻ്റെ ദൈവം ദുഃഖിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവത്തെ അനുസരിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് നിൽക്കുവാണെങ്കിൽ ജീവിതം അനുഗ്രഹപൂർണ്ണമാകാം. ഞാൻ യിരെമ്യാ പ്രവചനത്തിലേക്ക് ഒരിക്കൽ കൂടി വന്ന് സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സമയമെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കേട്ടോളണേ. അവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്. ഒന്നുകൂടെ, എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്? ദൈവം ഗുണം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കത് മറിച്ച് കളയാൻ പറ്റും? ഞാൻ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുക, നാളെ മുതൽ നമ്മൾ 7 ദിവസത്തെ ഉപവാസത്തിലേക്ക് കിടക്കുക. സ്തോത്രം. പതിവായി ഞാൻ പറയുന്നത് പോലെ രാവിലെ പ്രാർത്ഥനയ്ക്കിരിക്കും. പവർഷൻ ടെലിവിഷനിൽ പകലും വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്. സ്തോത്രം. ടെലിവിഷനിലോ യൂട്യൂബിലോ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക, ഇല്ലെങ്കിൽ വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഒരു നേരമെങ്കിലും ആഹാരം മാറ്റിവെക്കുക, ദൈവത്തെ സന്തോഷിപ്പിക്കുക. പാപം, മറ്റുള്ളവരെക്കുറിച്ച് പറയുന്ന കുറ്റം കുറവ്, സ്തോത്രം, വേണ്ടാത്ത കാര്യത്തിലൊക്കെ ഇടപെടുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. സ്തോത്രം. ഇതൊക്കെ ദൈവത്തെ കോപിപ്പിക്കുന്നതാണ്, ദൈവത്തിൻ്റെ സന്തോഷം നശിപ്പിക്കുന്നതാണ്. ഭൂമിയിൽ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മനുഷ്യർ മാത്രമാണ്.
സ്തോത്രം, ഹല്ലേലൂയ. ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നു. മനുഷ്യൻ മടങ്ങി വരുമ്പോഴൊക്കെ ദൈവത്തിന് എന്ത് സന്തോഷം എന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു സ്തോത്രം പറഞ്ഞ ഉപമകൾക്കകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ മാനസാന്തരപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ദൈവം ഒത്തിരി സന്തോഷിച്ചെന്ന്. നമ്മൾ പാപം ചെയ്ത് തെറ്റിലകപ്പെട്ട് ദൈവത്തെ മറന്ന് ലോകപ്രകാരം ജീവിക്കുമ്പോൾ അയ്യോ നമ്മളെ നോക്കി ദൈവം ദുഃഖിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന അപ്പാന്ന് വിളിച്ച് പാപവും തെറ്റും ഏറ്റുപറഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മിൽ സന്തോഷിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ചിരിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി. എന്നാൽ സമയം അധികം ചെലവഴിക്കേണ്ട നാഴിക വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവൻ്റെ കുടുംബത്തിന് ഗുണം വരും. ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവൻ്റെ സന്തതിക്ക് ഗുണം വരും. ഇത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ദൈവം അവരെ ഇളക്കിക്കളയില്ല. അവരെ ഈ ദേശത്ത് നടും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ കിടക്കുന്നത്. ഇതുവരെ എസ്റ്റാബ്ലിഷ് ആയില്ലേ? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ജോലിക്ക് പോയി, പഠിച്ചു, അധ്വാനിച്ചു, വർഷങ്ങൾ പലത് പിന്നിട്ടു, ഇതുവരെ എസ്റ്റാബ്ലിഷ് ആയില്ലേ? നിങ്ങളെ എങ്ങും നട്ടില്ലേ? നിങ്ങളെങ്ങും സെറ്റിൽഡ് ആയില്ലേ? നിങ്ങൾക്കൊരു വീട് പണിയാൻ പറ്റിയില്ലേ? നിങ്ങളുടെ കുടുംബം ഭദ്രമായില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? അവരുടെ വിവാഹം നടന്നില്ലേ? നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം നടന്ന് കിട്ടിയില്ലേ? നിങ്ങളിതുവരെ ഉറച്ചില്ലേ? നിങ്ങളിതുവരെ നട്ട് വളരാൻ പാകമായില്ലേ? ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ പോളിത്തീൻ കവറിൽ സഞ്ചി തൂക്കിപ്പിടിച്ച് കൊണ്ട് നടക്കുവാണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ എസ്റ്റാബ്ലിഷ് ആകും. നിങ്ങളെ ദൈവം നട്ടു വളർത്തും. വടവൃക്ഷം പോലെ വളരും. നിങ്ങൾക്ക് ദൈവം ഗുണം ചെയ്യും. ദൈവത്തെ സന്തോഷിപ്പിക്കുക. ദൈവത്തെ സന്തോഷിപ്പിക്കുക. അയ്യോ, ദൈവത്തെ ദുഃഖിപ്പിക്കരുത്, സന്തോഷിപ്പിക്കുക. ദൈവം നമുക്ക് ഗുണം ചെയ്യും. ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയം വെച്ച് നാളെ മുതൽ നമ്മൾ ഉപവസിക്കും. നമുക്കും നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കും ഗുണം വരേണ്ടതിന് ദൈവം നമ്മളെ കടാക്ഷിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്തൃദിവസത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടവരിൽ നല്ലൊരു കൂട്ടം ആളുകൾ ഈ നവംബർ മാസത്തിലും 7 ദിവസം പൂർണ്ണമായോ ഭാഗികമായോ കഴിയുന്നിടത്തോളം ദൈവമേ ഒരു ഉപവാസത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് ഇപ്രാവശ്യം അറിയിച്ചു. ദൈവം അവരെയൊക്കെ അറിയുന്നല്ലോ. ഈ പ്രാവശ്യം ഞങ്ങളോട് അരുളി ചെയ്ത വചനം വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഗുണം വരണം. ഗുണം വരാതെ പോകാൻ വേണ്ടി ശത്രു ചെയ്തിരിക്കുന്ന കോട്ടകൾ പൊളിയണം, ശാപങ്ങൾ പൊളിയണം. ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ആകണം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് ഒരുങ്ങുന്നു. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അങ്ങെപ്പോ